ഹലോ ഗൈസ്, ഞങ്ങൾ 3 പേരും കൂടി എറണാകുളത്തേക്ക് പോവുകയാണ്. നാളെ ഒരു ഷൂട്ടുണ്ട് അവിടെ. വരുന്ന വഴിക്ക് ഒരു കട്ടൻ കുടിച്ചാലെന്ന് വിചാരിച്ച് കാഞ്ഞിരംകുളത്തൊരു കടയിൽ നിർത്തി. ഞങ്ങൾ സുലൈമാനിക്കാണ് ഓർഡർ ചെയ്തത്. കുറച്ചു നേരം അവിടെ നിന്നപ്പോഴത്തേക്കും സുലൈമാനി എത്തി. ഈ ഒരു രൂപത്തിലാണ് ഞങ്ങൾക്ക് സുലൈമാനി കിട്ടിയത്. സുഭാഷ് നിതിനും കൂടി ഇതെങ്ങനെ കലക്കിയെടുക്കും എന്നുള്ള ചർച്ചയിലായിരുന്നു. ഈ മുകളിലുള്ള കുടിക്കുമ്പോഴത്തേക്കും താഴെ ഉള്ളത് വെള്ളം മാത്രമാവില്ല. അതുപോലെ സുലൈമാനിയെ പറ്റി 2 വാക്ക് നിതിൻ സംസാരിക്കുന്നതായി. സുലൈമാനി എന്ന് പറയുന്നത് പല കടകളിലും ഇതുപോലെ നാരങ്ങയും മറ്റേ മിൻറ്റ് ലീഫ് ഇട്ടിട്ട് കട്ടൻ ചായ മേളിൽ തേയില ഒഴിച്ച് കഴിഞ്ഞാൽ സുലൈമാനി ആവുമെന്ന് പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട്. ആക്ച്വൽ സുലൈമാനി നിങ്ങൾ കോഴിക്കോട് പോയി കുടിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്കറിയാം, അതിനകത്ത് തക്കോലവും മറ്റ് കുറേ അങ്ങനത്തെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അതാണ് അതിൻ്റെ ബ്യൂട്ടി. ഇതിനില്ല. ഞങ്ങൾ രാത്രിയാണ് ഇറങ്ങിയത് എറണാകുളത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് തൃപ്പരപ്പ് വരെ പോകേണ്ടതായിട്ടുണ്ട്. ഒരു ക്യാമറ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങളൊരു ഫ്രണ്ടുണ്ട് അവിടെ, സൂരജ് എന്ന് പറഞ്ഞിട്ട്. സൂരജ് അവിടെ ഒരു വർക്കായിട്ട് നിൽക്കുകയാണ്. അവനൊരു ക്യാമറ വാങ്ങാനുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾക്ക് തൃപ്പരപ്പ് വരെ പോകേണ്ടി വന്നില്ല. സൂരജ് വിളിച്ചിരുന്നു. അവൻ കളിയിക്കാവളെ വരെ വന്നാൽ മതി എന്ന് പറഞ്ഞു. അവൻ അവിടെ നിന്ന് തിരിച്ച് ബാലരാമപുരത്തേക്കാണ് വരുന്നത്. നമ്മൾ ലോട്ടറി എടുക്കാൻ തീരുമാനിച്ചു. ഭാഗ്യം പരീക്ഷിക്കാനുള്ള പരിപാടിയാണ്. അതായത് ഞങ്ങൾ 3 പേരും കൂടി ലോട്ടറി എടുത്തപ്പോഴത്തേക്ക് 5000 രൂപ വെച്ച് 3 പേർക്ക് 15000 രൂപ അടിച്ചിട്ടുണ്ട്. അതിൻ്റെ അഹങ്കാരത്തിലാണ് ഇപ്പോൾ 5 ടിക്കറ്റ് വീണ്ടും എടുത്തിട്ടുണ്ട്. ഇങ്ങനെ നോക്കിയാണ് നമ്മൾ നിന്നത്. ക്യാമറയും കൊണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെ സുരേൻ്റെ നിന്ന് ക്യാമറ വാങ്ങി നേരെ ഇനി എറണാകുളത്തേക്കാണ്. ഗൈസ്, നമ്മൾ ഒരുപാട് ദൂരം വന്നിട്ടുണ്ട്. ഇവിടുത്തെ ചായ കുടി സ്പോട്ടിലെത്തി. അപ്പോൾ ഇനി എറണാകുളത്ത് എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ. ഗൈസ്, ഞങ്ങൾ എറണാകുളത്തെത്തി. എത്തിയപ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റായി. വെളുപ്പിന് 5 മണിയായി. ഇതാണ് അഭിദേവ്. ഇവിടെയാണ്. ലേറ്റായി വന്ന് കിടന്നുകൊണ്ട് തന്നെ ഉറങ്ങി എണീറ്റപ്പോഴത്തേക്ക് ഒരുപാട് ടൈമായി. ഇവിടെയാണ് കളമശ്ശേരിയിൽ ഞങ്ങൾ നിൽക്കുന്ന വീട്. നിതിൻ ഇവിടെ റെന്റിനടുത്തേക്കാണ്. ഇതുപോലെ കുറച്ച് അതിഥികൾ എപ്പോഴും വരും. ഞങ്ങൾ ഇവിടെ ഒരു വർക്കായിട്ടാണ് വന്നത്. വർക്കിന്ന് ഷൂട്ടുണ്ട്. 5 മണിക്കാണ് ഞങ്ങളിവിടെ എത്തിയത്. കിടന്ന് ഉറങ്ങി എണീറ്റപ്പോൾ തന്നെ ലേറ്റായി. ഇപ്പം കഴിക്കാൻ പോവുകയാണ്. ഇവിടെ ചോറ് വലിയ കുഴപ്പമില്ലാതെ കിട്ടുന്ന ഒരു കടയിലേക്കാണ് ഞങ്ങൾ പോയത്. അങ്ങനെ ചോറ് വന്നു. വലിയ വിഭവങ്ങളൊന്നും ഇല്ല, കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ. ഒരു ഫ്രൈ കൂടി അങ്ങ് മേടിച്ചു. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഫുഡ് കണ്ടായിരുന്നല്ലോ, ഫുഡ് അത്രയ്ക്ക് ടേസ്റ്റി ഒന്നും അല്ല, എന്നാലും തമ്മിൽ ഭേദമാണ്. ഇവിടെ വീടിനടുത്ത് തന്നെയായിരുന്നു ആ ഹോട്ടൽ. അതുകൊണ്ട് ഞങ്ങൾ നടന്നാണ് പോയത്. ഇനി വീട്ടിൽ പോയി റെഡി ആയിട്ട് നിതിൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോകണം. ഒരു മീറ്റിംഗ് ഉണ്ട്. ഒരുത്തൻ റെഡിയായി വേഗം നിൽപ്പുണ്ട്. അവൻ്റെ ഷൂവിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കാൻ പറയുകയാണ്. അവൻ്റെ ഉഡ്പി ഡൽഹിയിൽ നിന്ന് വാങ്ങിക്കൊടുത്തതാണ് പുതിയ ഷൂ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മളിപ്പോൾ പോകുന്നത് നിതിൻ്റെ ഫ്രണ്ടായ അരുണിൻ്റെ ഓഫീസിലേക്കാണ്. കേരള സ്റ്റാർട്ടപ്പ് മിഷനകത്തുള്ള ഒരു കമ്പനിയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ടൊമാറ്റോ ട്രീ എന്ന് പറഞ്ഞ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയിലേക്കാണ് പോകുന്നത്. ശരിക്കും ഇപ്പം നമ്മൾ യാത്ര ചെയ്യുന്നത് കളമശ്ശേരിയിലൂടെയാണ്. കേരളത്തിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഡെവലപ്ഡ് സിറ്റീസ് അല്ലെങ്കിൽ ഫാസ്റ്റസ്റ്റ് ഡെവലപ്ഡ് സിറ്റീസ് എന്ന് പറയുന്നത് കളമശ്ശേരിയാണ്. കാരണം കളമശ്ശേരിയിൽ ഞാൻ ആദ്യമായിട്ട് വരുന്നത് ഒരു 3 വർഷം മുന്നെയാണ്. അന്നത്തെ കളമശ്ശേരിയും ഇന്നത്തെ കളമശ്ശേരിയും തമ്മിൽ പോലും വലിയ വ്യത്യാസം. ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ഇവിടെ വന്നു കഴിഞ്ഞു. അതെല്ലാം പലതും നടന്നുകൊണ്ടിരിക്കുകയാണ്. അദാനിയുടെ ഒരു വലിയ ലോജിസ്റ്റിക്സ് പാർക്ക്, ലൈക്ക് ഒരു 3000 ഏക്കറിലുള്ള ഒരു ലോജിസ്റ്റിക് പാർക്ക് ഇവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ടടുത്താണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ. സ്റ്റാർട്ടപ്പ് മിഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് പോകുമ്പോഴേക്കും 2 സൈഡും കാടായിട്ട് തോന്നുന്ന നടുക്ക് റോഡായിട്ടുള്ള ഒരു പ്ലേസ് ഉണ്ട്. ശരിക്കും ഇത് കൊച്ചിയിലാണെന്ന് പോലും തോന്നത്തില്ല. അങ്ങനത്തെ ഒരു പ്ലേസാണിത്. മഴ കൂടെ പെയ്തിരുന്നെങ്കിൽ കാണാൻ അടിപൊളിയായിരുന്നു ഗൈസ്. കൊച്ചി നിൽക്കുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് കടലും വ്യവസായ നഗരം ഫ്ലാറ്റുകളും അങ്ങനെയൊക്കെ മാത്രമേ ഉള്ളൂ എന്നാണ്. എന്നാൽ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയ ഒരുപാട് പ്ലേസുകൾ കൊച്ചിയിലുണ്ട്. ഇതാണ് ഗൈസ് HMT. നമ്മളിപ്പോൾ ഈ പാസ് ചെയ്യുന്നത് HMTയുടെ കോമ്പൗണ്ടിലാണ്. ആക്ച്വലി കേരളത്തിൻ്റെ എന്നല്ല, ഇന്ത്യയുടെ ഒരു ഐക്കോണിക് സ്ഥലമായിരുന്നു ഇത്. അതായത് ഇപ്പോൾ സ്വിറ്റ്സർലാൻഡിൽ റോളക്സ് ഉള്ളതുപോലെ അല്ലെങ്കിൽ ഒമേഗ ഉള്ളതുപോലെ നമുക്ക് ഇന്ത്യക്കാർക്ക് ഇന്ന് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു വാച്ച് മേക്കർ കമ്പനിയായിരുന്നു HMT. പക്ഷേ നിർഭാഗ്യവശാൽ പല കാരണങ്ങളാലും ഇന്ന് HMT ക്ലോസ് ചെയ്യാൻ അതിൻ്റെ ഏറ്റവും അവസാനത്തെ സൂപ്പർവൈസർ 1 മാസം മുന്നേ പടിയിറങ്ങുകയുണ്ടായി. HMT അതിൻ്റെ അവസാനത്തെ നാളുകളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. HMT കഴിഞ്ഞ ഉടനെ ഇടത് സൈഡ് NIAയുടെ ഓഫീസുണ്ട്. കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോകുമ്പോഴേക്കും അദാനിയുടെ ലോജിസ്റ്റിക് പാർക്ക്, അത് ഏറ്റവും വലിയ ലോജിസ്റ്റിക് പാർക്കാണ്, ഇവിടെ പണി നടക്കുകയാണ്. ഇതാണ് അത് കഴിഞ്ഞ് കുറച്ചുകൂടി വരുമ്പോഴത്തേക്കും കളമശ്ശേരി മെഡിക്കൽ കോളേജായി. മെഡിക്കൽ കോളേജിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് പോകേണ്ട സ്ഥലവും. ഇതാ കാണുന്നത് തന്നെയാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ. ഇതിനകത്ത് ഒരുപാട് കമ്പനികളുണ്ട്.
ഈ കാണുന്നതാണ് ഇതിൻ്റെ ഫ്രണ്ട് ഗേറ്റ്. ഞങ്ങൾക്ക് പുറകുവശം വഴിയാണ് കയറേണ്ടത്, കാരണം പുറകുവശത്തെ ഗേറ്റിന് തൊട്ടടുത്തായാണ് അരുണിൻ്റെ ഓഫീസ്. ഞങ്ങൾ അവിടേക്ക് എത്തി. ഇവിടെ കുറച്ച് സെക്യൂരിറ്റി ക്ലിയറൻസ് ഒക്കെ ഉണ്ട്. അരുൺ താഴെ വന്ന് ID സ്കാൻ ചെയ്ത ശേഷമാണ് ഞങ്ങൾ അകത്തേക്ക് കയറിയത്. ഇതാണ് അരുണിൻ്റെ ഓഫീസ്. ഷൂട്ട് ചെയ്യേണ്ട കുറച്ച് വിശേഷങ്ങളൊക്കെ അരുണിനോട് ചർച്ച ചെയ്തു. ഇതാണ് അരുണ്. അങ്ങനെ അവിടെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും വൈകുന്നേരമായി. പിന്നെ ഒരു ചായ കുടിച്ചാലോ എന്ന് വിചാരിച്ച് അവിടുത്തെ ക്യാൻറ്റീനിലേക്ക് പോയി. ഇതാണ് ഇവിടുത്തെ ക്യാൻറ്റീൻ. ഇവിടെ നല്ല തിരക്കുണ്ട്. അപ്പോൾ അരുണിനെ പരിചയപ്പെട്ടില്ലല്ലോ. ഹായ് അരുണേ. ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ക്യാൻറ്റീൻ ഉള്ളത്. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് വ്യൂ. ഗായ്സ്, ഭാഗ്യവാൻ ചിക്കൻ റോളിൽ നിന്ന് ചിക്കൻ കിട്ടിയിരിക്കുകയാണ്. ഉള്ളി മാത്രം. അരുണിൻ്റെ അവിടെയുള്ള മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വന്നത് ഹംഗ്രി മൃണാൾ റെസ്റ്റോറൻറ്റിലാണ്. ഇവിടെ ഒരു പോഡ്കാസ്റ്റിൻ്റെ ഷൂട്ടുണ്ട്. ഇടപ്പള്ളിയിലാണ് ഹംഗ്രി മൃണാൾ റെസ്റ്റോറൻറ്റ്. ഞങ്ങൾ കുറച്ച് താമസിച്ചാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ആളൊക്കെ ഒന്ന് ഒഴിയാൻ വേണ്ടിയിട്ട്. തിരക്ക് കുറഞ്ഞാലേ ഷൂട്ട് ചെയ്യാൻ എളുപ്പമാകത്തുള്ളൂ. പോഡ്കാസ്റ്റ് ഷൂട്ടും കൂടി ആയതുകൊണ്ട് ആളുകൾ കൂടിയാൽ നല്ല നോയ്സ് ആയിരിക്കും. അതുകൊണ്ടാണ് ലേറ്റായി ഞങ്ങൾ ഇവിടെ എത്തിയത്. ഹായ്. ഇതാണ് ഞങ്ങൾക്കിന്ന് വിശേഷങ്ങൾ ചോദിച്ചറിയേണ്ട വ്യക്തി. ആള് പുലിയാണ് കേട്ടോ. ഇന്ത്യയിലെ തന്നെ ഒരേ ഒരു വനിതാ കൊമേഴ്സ്യൽ ഡൈവറാണ് കക്ഷി. പേര് അതുല്യ എന്നാണ്. ഞാൻ സുഭാഷും കൂടെ ക്യാമറയും ലൈറ്റും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വന്നിരുന്നു. നിതിൻ പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. ഞങ്ങൾ 2 ആംഗിളിൽ നിന്നാണ് ക്യാമറ വെച്ചിരുന്നത്. നിതിൻ്റെ ചോദ്യങ്ങൾക്ക് അതുല്യ വളരെ ഭംഗിയായി തന്നെ മറുപടി നൽകി. ഇവിടെ ഹോട്ടലിൽ ഫുഡ് മാത്രമല്ല, ഇതുപോലെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. ക്യാരം ബോർഡ്, ചെസ്സ്, അങ്ങനെ കുറച്ച് ഗെയിംസ് ഒക്കെ ഉണ്ട്. പോഡ്കാസ്റ്റ് പോലുള്ളവ ഷൂട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ സാധാരണ സ്റ്റുഡിയോയ്ക്കകത്താണ് ഷൂട്ട് ചെയ്യാറ്. അതാകുമ്പോൾ നോയ്സൊക്കെ കുറവായിരിക്കും. ഒരു വ്യത്യസ്തതയ്ക്ക് വേണ്ടിയിട്ടാണ് ഹോട്ടൽ തിരഞ്ഞെടുത്തത്. ഏകദേശം 1 മണിക്കൂർ കൂടുതൽ ഞങ്ങൾക്ക് അവിടെ ഷൂട്ട് ചെയ്യേണ്ടതായിട്ട് വന്നു. ഹോട്ടലിലെ കസ്റ്റമേഴ്സിൻ്റെ നോയ്സ് കാരണം ഇടയ്ക്കൊക്കെ ഞങ്ങൾക്ക് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു. എന്നാൽ ഞങ്ങൾ പറഞ്ഞപ്പോൾ അവർ ഞങ്ങളോട് സഹകരിച്ചു. അതുല്യയുടെ വർക്ക് എക്സ്പീരിയൻസും വിശേഷങ്ങളും നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഈ പോഡ്കാസ്റ്റ് കണ്ടാൽ മതിയായിരിക്കും. notiflash.in എന്ന ഞങ്ങളുടെ ചാനലിലായിരിക്കും ഇതിൻ്റെ കണ്ടന്റ് പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അവിടെ ഇത് കാണാൻ സാധിക്കും. ആ ചാനൽ ലിങ്ക് കൂടെ ഞാൻ ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്തേക്കാം. അബി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടായിരുന്നു. അവനാണ് ബഹളം കൂടിയ കസ്റ്റമേഴ്സിനെ നിയന്ത്രിച്ചു കൊണ്ടിരുന്നത്. വീഡിയോ എടുത്തെടുത്ത് സുഭാഷ് എൻ്റെ ഫ്രെയിമിലേക്ക് കയറി വന്ന് ഞാൻ അവനെ കൈ കാണിച്ച് ഓട്ടിച്ചു. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഒരുപാട് ടൈം ആയതുകൊണ്ട് തന്നെ നല്ല വിശപ്പായി തുടങ്ങി. എന്തായാലും ഷൂട്ട് കഴിഞ്ഞാലേ ഇനി കഴിക്കാൻ പറ്റത്തുള്ളൂ. അതുല്യയുടെ വിശേഷങ്ങൾ ശരിക്കും വിസ്മയിപ്പിക്കുന്നതായിരുന്നു. കരയിലുള്ളതിനേക്കാളും കടലിനടിയിലെ വിശേഷങ്ങളായിരുന്നു അതുല്യക്ക് കൂടുതലായി പറയാനുണ്ടായിരുന്നത്. നടന്ന് അബി അവസാനം ഒരിടത്തിരുന്നു. അങ്ങനെ ഞങ്ങളെ ഷൂട്ടിംഗ് പൂർത്തിയായിരിക്കുകയാണ്. ബിരിയാണി കഴിക്കാൻ 1/2 മണിക്കൂർ കൂടുതലെടുത്തു. അപ്പോഴേക്കും ഞങ്ങളുടെ ഫ്രണ്ടായ ജീവൻ വന്നായിരുന്നു. ജീവനും കളമശ്ശേരിയിലെ വീട്ടിലാണ് താമസം. എൻ്റെ പേര് ജീവൻ. നിതിൻ പിന്നെ ഞങ്ങളോടും കഴിക്കാനായിട്ട് പറഞ്ഞ് ഞങ്ങൾ ഉടനെ തന്നെ ഫുഡ് ഓർഡർ ചെയ്തു. അങ്ങനെ ഫുഡ് വന്നിട്ടുണ്ട്. പിന്നെ ഇനി ഒട്ടും സമയം കളയാതെ കഴിക്കാനുള്ള തത്രപ്പാടിലാണ്. നല്ല വിശപ്പുണ്ടായിരുന്നു. ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്, ചിക്കൻ ബിരിയാണി. ഫുഡ് കഴിച്ച് കുറച്ച് ഫോട്ടോസ് എടുത്ത ശേഷമാണ് അതുല്യ പോയത്. അപ്പോൾ ഇന്നത്തെ പരിപാടികൾ ഇവിടെ നിർത്തുകയാണ്. ബാക്കി നാളെ കാണാം.